വർക്കല പനയറ YMA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ 2025 ഓണാഘോഷം നടന്നു. 6/9/2025 അവിട്ടം ദിനത്തിലെ പരിപാടികളുടെ ഭാഗം. 1985 മുതലാണ് പനയറ YMA ആഘോഷത്തിന് ഇത്തരത്തിലെ അത്തപ്പൂക്കളം ഒരുക്കിക്കൊണ്ട് നമ്മൾ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അത് ഇതുവരെ മുടങ്ങിയിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെയും നമ്മൾ ഇവിടുത്തെ ബഹുജനങ്ങളുടെ മുഴുക്ക പിന്തുണയോടുകൂടി ഈ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അത് എല്ലാ വർഷവും ആൾക്കാർ അകമഴിഞ്ഞ് നമുക്ക് വേണ്ടുന്ന തരത്തിൽ സഹായ സഹകരണങ്ങൾ നൽകുന്നുണ്ട്. ഏത് തരത്തിലും പൂ വാങ്ങിയും മറ്റും പലതരത്തിലുള്ള സ്പോൺസർഷിപ്പ് കിട്ടുന്നുണ്ട്. സ്ഥാപനങ്ങൾ, വ്യക്തികൾ എല്ലാവരും തന്നെ സഹകരിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം അതുപോലെ തന്നെ എല്ലാവരുടെയും കൂടെ പിന്തുണയോടുകൂടിയാണ് നമ്മൾ ഇത്തരത്തിലൊരു മെഗാ അത്തപ്പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. ഏറെക്കുറെ 50-50ഓളം ചെറുപ്പക്കാരുടെ രാപകമില്ലാത്ത അധ്വാനത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇത് നമുക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർ ഇതിൽ സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പനയറ YMAയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായ നന്ദിയും ഈ കൂട്ടത്തിൽ അറിയിക്കുകയാണ്. YMA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രൊഫഷണൽ നാടകം പോലും കളിച്ചിട്ടുള്ള ഇന്ന് അതിനെ പുനരുദ്ധരിച്ചുകൊണ്ട് പുതിയൊരു നാടകം നിങ്ങൾ സമൂഹമധ്യേ അവതരിപ്പിച്ചു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മളന്ന് ഇവിടെ നല്ലൊരു ടീമുണ്ടായിരുന്നു. ആ ടീമിൻ്റെ നേതൃത്വത്തിൽ തന്നെ വളരെ പ്രൊഫഷണൽ നാടകങ്ങൾ വെല്ലുന്ന തരത്തിലുള്ള നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 2-3 നാടകങ്ങൾ ഒരു വർഷം നടത്തിയിട്ടുള്ള കൂട്ടത്തിലും ഉണ്ടായിരുന്നു. നമ്മുടെ ഗ്രന്ഥശാലയുടെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ധനശേഖരണാർത്ഥം നമ്മൾ ഞെക്കാട് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നമ്മൾ ടിക്കറ്റ് വെച്ചും നമ്മുടെ YMAയുടെ തന്നെ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. സഹാറ എന്ന നാടകമല്ലായിരുന്നു? അതെ, സഹാറ എന്നുള്ള നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ അന്ന് അഭിനയിച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. അത് നമുക്ക് വളരെ വേദനയുണ്ടാക്കുന്ന സംഗതിയാണ്. എങ്കിലും നമ്മൾ എന്ന് അവരുടെ തന്നെ പാത പിന്തുടർന്നുകൊണ്ട് ഇപ്പോഴും ഇന്നലെയും നമ്മുടെ ഇതിൽ നാടകം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളെല്ലാം തന്നെ ആ പൈതൃകം പിന്തുടരുന്നുണ്ടെന്നുള്ളതാണ് ഏറെ അഭിമാനകരം. സ്ട്രെയിറ്റ് ഫോർവേഡ് വർക്കല പനയറ.